ഫാമിംഗ് എന്ന പുസ്തകം, ജൈവ കൃഷിയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്ന പേരിൽ ഡോക്ടർ വിനിൻ പരേരയുടെ അതർ സൈഡ് ഓഫ് ഹിസ്റ്ററി എന്ന പുസ്തകം, ചരിത്രത്തിന്റെ മണങ്ങൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം വരുത്തി ഒരേ ചിന്തകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ അഭിമാനകരമായി പരിചയപ്പെടുത്തുന്നു ശ്രീ KV ശിവപ്രസാദ് മാസ്റ്റർ. സ്വാഗതം, സുസ്വാഗതം. മുഖ്യപ്രഭാഷണം അവതരിപ്പിക്കാൻ വേണ്ടി ശ്രീ ശിവപ്രസാദ് മാസ്റ്ററെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഞാൻ കുടുങ്ങിപ്പോൾ എവിടെ തുടങ്ങണം, എന്ത് പറയണം? പറയാൻ വിഷയമില്ലായ്മയല്ല, ധാരാളമുണ്ട്. എവിടെ തുടങ്ങണം? മാർക്സിയൻ സോഷ്യൽ സൈക്കോളജി പറയവേ വ്യക്തിക്ക് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട് വ്യക്തിയുടെ മനസ്സിന്. ഒന്ന് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, രണ്ടാമത് സോഷ്യൽ ഇൻട്രസ്റ്റ്. എല്ലാ വ്യക്തികൾക്കും ഇതുണ്ട്. എപ്പോഴാണ് വ്യക്തി മഹാനാവുന്നത് അഥവാ കമ്മ്യൂണിസ്റ്റ് ആവുന്നത്? ഇന്നത്തെ ആളുകളൊന്നും ആൾക്കാരുണ്ട്. ഞാൻ ഈ പറഞ്ഞു വെച്ചിട്ട് അത് വേറെ കാര്യമാണ്. മാർക്സ് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഏറ്റവും കുറഞ്ഞിരിക്കുകയും സോഷ്യൽ ഇൻട്രസ്റ്റ് ഏറ്റവും വലുതായിരിക്കുകയും ചെയ്യുമ്പോൾ വ്യക്തി മഹാനാവുന്നു. എന്താണ് കമ്മ്യൂണിസ്റ്റ് എന്നൊരു നിർവചനത്തിലാണ് ഇത് വരുന്നത്. കാരണം it is the outmost development of social interest on individual interest. വ്യക്തി താല്പര്യം ഏറ്റവും കുറഞ്ഞിരിക്കുക, സമൂഹ താല്പര്യം ഏറ്റവും കൂടിയിരിക്കുക. ആർക്കാണ് സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റുക? രണ്ടുപേരെ ആളുകൾക്കാണ്. ഒന്ന്, സംഘടനയുടെ സാമൂഹ്യ താല്പര്യത്തെ സ്വന്തം വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ഇതുകൊണ്ട് വലിയ നേട്ടമുണ്ടാകുന്ന ആളുകൾക്ക്. രണ്ടാമത്, സംഘടനയുടെ സാമൂഹ്യ താല്പര്യവും വ്യക്തിയുടെ സാമൂഹ്യ താല്പര്യവും ഇണങ്ങിയിരിക്കുമ്പോൾ. രണ്ട് ഘട്ടത്തിലെ പറ്റില്ല. ഇത് പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സാമൂഹ്യ താല്പര്യവും കൂടുതലുള്ളവർക്ക് സംഘടനാ പ്രവർത്തനം വളരെ പ്രയാസകരമാണ്. ഇക്കാലത്ത് വളരെ പ്രയാസമുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം. കാരണം വ്യക്തി താല്പര്യമുള്ളവരാണ് ഇതിനകത്ത് കൂടുതൽ ഉണ്ടാവുക. അവരെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടുപോവുക സാമൂഹ്യ താല്പര്യം കൂടുതലുള്ളവർക്ക് വളരെ പ്രയാസമായിരിക്കും. സ്വന്തം വീട്ടിൽ പോലും ശത്രുത അനുഭവിക്കേണ്ടി വരും എന്നർത്ഥം. എങ്ങനെയാണ് സാമൂഹ്യ താല്പര്യം വികസിപ്പിക്കേണ്ടത് എന്ന കാര്യം ഭാരതീയ ദർശനം ഭംഗിയായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നേരത്തെ യോഗ ക്ലാസിന്റെ കൂടെ വന്നു. അതീതി, ബോധം, ആചരണം, പ്രചാരണം, 4 ഘട്ടങ്ങൾ. അതീതി വേണം, ആഴത്തിൽ ധരിക്കണം, വളരെ ആഴത്തിൽ ധരിക്കണം. ഏത് പ്രശ്നത്തെ പറ്റി പഠിക്കുമ്പോൾ ആഴത്തിൽ ധരിക്കുക, അതീതി. ബോധം, അതിനെ സ്വന്തം മനസ്സിലിട്ട് നിരന്തരമായ വ്യായാമത്തിലൂടെ അതിനെപ്പറ്റി ബോധം വളർത്തുക. ബോധം വളർന്നാലാണ് നാം ബുദ്ധനായി തീരുന്നത്. അതുവരെ സിദ്ധാർത്ഥനാണ്. രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ബോധം വളർത്തുക, ബോധം. പിന്നെ ആചരിക്കുക. ആചരിക്കുമ്പോഴാണ് ആചാര്യനാവുന്നത്. 4 അക്ഷരം പഠിപ്പിച്ചുകൊണ്ടൊന്നും ആചാര്യനാവില്ല. ആചരിക്കുന്നവനാണ് ആചാര്യൻ. ആചരിച്ച് തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലാക്കി
തിരുത്തി അതിനുശേഷം വേണം പ്രചരിപ്പിക്കാൻ. ഈ 4 ഘട്ടങ്ങൾ ആവശ്യമുണ്ട്. അപ്പോഴാണ് സാമൂഹ്യ താല്പര്യമുള്ള വ്യക്തികൾ വരുന്നത്. ഇങ്ങനൊരു പ്രവർത്തനം ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇല്ല. ഏതാണ്ട് 35 കൊല്ലത്തോളം ഞാൻ അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തീർത്ത് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇങ്ങനെയില്ല. അതുകൊണ്ട് തന്നെ സാമൂഹ്യ താല്പര്യമുള്ള വ്യക്തികൾ നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ വളർന്നു വരില്ല. വളർന്നു വരുന്നത് കൈക്കൂലിക്കാരും അഴിമതിക്കാരും സ്വജനപക്ഷപാതക്കാരും മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ 100 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു പരിഷ്കാരമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസം നന്നാക്കൂ, നിങ്ങളുടെ കുട്ടികളെ നന്നാക്കൂ എന്ന് ചൈനീസ് പഴമൊഴി പറയുന്നു. നമ്മൾ ഇതുവരെ ആ രംഗത്ത് കൈവച്ചിട്ടേയില്ല. വിദ്യാഭ്യാസത്തിൽ നടന്ന പരിഷ്കാരം മുഴുവൻ അതിൻ്റെ എഡ്യൂക്കേഷണൽ ടെക്നിക്കുകളിൽ മാത്രമായിരുന്നു, ഒരിക്കലും അതിൻ്റെ ഫിലോസഫിയിൽ ആയിരുന്നില്ല. ഒരു ദർശനമില്ലാത്ത വിദ്യാഭ്യാസം കൊടുക്കുകയും അഴിമതിക്കാരെയും സ്വജനപക്ഷപാതക്കാരെയും കൈക്കൂലിക്കാരെയും സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് നാം പോലീസുകാരെ കൈക്കൂലിക്കാരാണ്, രാഷ്ട്രീയക്കാരെ കൈക്കൂലിക്കാരാണെന്ന് കുറ്റം പറയുകയാണ്. എല്ലാ കാലത്തും അതാണ്. വ്യക്തിയെ സാമൂഹ്യ താല്പര്യമുള്ളവനാക്കി വളർത്തിയെടുക്കാനുള്ള ഒന്നും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇന്നും ഇല്ല. അതാണ് അതിൻ്റെ സത്യം. ഇനി ഇതും ഭക്ഷണമായിട്ട് എന്താ ബന്ധം? ഞാൻ അല്പം കാര്യങ്ങൾ കൺസെപ്റ്റ് ഓഫ് ഫുഡ് അതിനെപ്പറ്റി മാത്രം പറയാം. എന്താണ് ഫുഡ്? എന്തിനാണ് ഫുഡ്? എന്താണ് ഭക്ഷണത്തിൻ്റെ കാര്യം? നിങ്ങൾ കുട്ടികൾക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ കഥയിൽ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ പഞ്ചസാര കൊടുത്തു നോക്കും. കുട്ടി പഞ്ചസാര വളരെ പെട്ടെന്ന് ഒരുപാട് ഊർജം റിലീസ് ചെയ്യും. ആ ഊർജമുള്ള കുട്ടിക്ക് 1 മിനിറ്റ് പോലും അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവരെല്ലാവരും ഉപദ്രവിക്കും, അമ്മയെ തല്ലും, കടിക്കും, എല്ലാ ഉപദ്രവവും ചെയ്യും. പഞ്ചസാര കൂടുതൽ കൊടുത്താൽ മതി. അഥവാ 5 or 6 ഇരട്ടി സാധനം കഴിക്കാവുന്നതിന് 5 or 6 ഇരട്ടിയുള്ള ചോക്ലേറ്റ് കൊടുത്താൽ മതി. കുട്ടി വികൃതിയാവും. എന്നിട്ട് എൻ്റെ മോൻ മഹാവികൃതിയാണെന്ന് പറഞ്ഞ് അടിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്ന അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് വിവരമില്ല. ഇതിനെപ്പറ്റി ഫുഡിനെ പറ്റി വിവരമില്ല എന്നർത്ഥം. മതി, ചോക്ലേറ്റ് കൊടുത്താൽ മതി. അഥവാ അത്രയും ഇരട്ടി പഞ്ചസാരയുള്ള ഐസ്ക്രീം കൊടുത്താൽ മതി. 10 ഇരട്ടി പഞ്ചസാര നമ്മുടെ ശരീരത്തിന് സ്വീകരിക്കാവുന്നതിൻ്റെ 10 ഇരട്ടി പഞ്ചസാര ഐസ്ക്രീമിൽ അടങ്ങിയിരിക്കുന്നു. അത് കൊടുത്താൽ മതി. അമിത ഊർജം ഒന്നിച്ച് റിലീസ് ചെയ്യും. വലിയ ആളുകളാണെങ്കിൽ ഈ ഊർജം ഏതെങ്കിലും തരത്തിൽ ദുർവിനിയോഗം ചെയ്യും, അവൻ ക്രിമിനലാവും. കുട്ടികളാണെങ്കിൽ ദുസ്വഭാവം കാണിക്കുക തന്നെ ചെയ്യും. അവിടെ മുതൽ തുടങ്ങും. എന്തുകൊണ്ട് പഞ്ചസാരയിൽ? പഞ്ചസാര ഇറ്റ് ഈസ് ഹൈലി ഇംബാലൻസ്ഡ്. അതിൽ ഇരുമ്പില്ല, അതിലെ ചെമ്പില്ല, അതിലെ കാൽഷ്യമോ ഫോസ്ഫറസോ ഇല്ല. ഇതൊക്കെ കളർ ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ ഡീകളറൈസ് ചെയ്യുമ്പോൾ നാം എടുത്തു കളയുന്നു. പഞ്ചസാരയെ ഡീകളറൈസ് ചെയ്ത് പഞ്ചസാരയാക്കുമ്പോൾ, കരിമ്പുനീരിനെ പഞ്ചസാരയാക്കി മാറ്റുമ്പോൾ നാം എടുത്തു കളയുന്നത് അതിലെ കാർബോഹൈഡ്രേറ്റിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന മിനറൽ ബോണ്ടുകളാണ്. അപ്പൊ മിനറൽ ബോണ്ടുകൾ തെറ്റിയ കാർബോഹൈഡ്രേറ്റ് നോക്കി എല്ലാ ബോണ്ടുകളും തെറ്റിയിരിക്കുന്നു. അത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഉള്ളതാണ്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഉള്ളതാണ് പഞ്ചസാര. ഇതെല്ലാം ഉള്ള ഈ സാധനത്തെ അകത്ത് കിടക്കുമ്പോൾ, കെമിക്കൽ ബോണ്ടുകൾ തെറ്റിയ സാധനം കിടക്കുമ്പോൾ ഇത് എപ്പോഴും ശ്രമിക്കുന്നത് കെമിക്കൽ ബോണ്ടുകൾ റീഇൻസ്റ്റേറ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് അത്രയും കാൽഷ്യം ശരീരത്തിൽ നിന്ന് പിൻവലിച്ചേ പറ്റും, അത്രയും ഫോസ്ഫറസ് ശരീരത്തിൽ നിന്ന് പിൻവലിച്ചേ പറ്റും. അത്രയും ഊർജം ഒന്നിച്ച് റിലീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വികൃതികളായേ പറ്റും, ക്രിമിനലായേ പറ്റും. അപ്പോൾ വാട്ട് ഈസ് ഇംബാലൻസ്ഡ് ഫുഡ്? എങ്ങനെയാണ് നാം ചിത്തവൃത്തികളെ നിരോധിക്കുക? ചിത്തവൃത്തികളെ നിരോധിക്കാൻ കഴിയണമെങ്കിൽ
10 മുഖമുള്ള രാവണൻ ആവാതിരിക്കണമെങ്കിൽ